മൈഗ്രെയിൻ തലവേദനകളും അലർജിയും തലകറക്കവും സൈനസൈറ്റിസും ഒക്കെ ചികിത്സിക്കുമ്പോൾ വൈറ്റമിൻ ഡിയുടെ അളവ് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. പലപ്പോഴും ഇക്കൂട്ടർക്ക് ശരീരത്തിൽ വൈറ്റമിൻ ഡി ലെവൽസ് വളരെ കുറഞ്ഞ് കാണാറുണ്ട്. വൈറ്റമിൻ ഡി ശരീരത്തിൽ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ്? എങ്ങനെയാണ് നമുക്ക് വൈറ്റമിൻ ഡി ശരീരത്തിന് ആവശ്യത്തിന് വേണ്ട അളവിൽ കിട്ടുന്നത്? എന്തൊക്കെ രീതിയിൽ ഈ സപ്ലിമെൻറ്റുകൾ എടുക്കാം? എത്ര കാലം ഈ സപ്ലിമെൻറ്റുകൾ എടുക്കണം? ഒരുപാട് സംശയങ്ങൾ. ഈ ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. നമ്മുടെ ചെറുപ്പകാലത്ത് സ്കൂളുകളിൽ പഠിച്ചതാണ് വൈറ്റമിൻ ഡി എന്നുള്ളത് ഒരു ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ്. പലപ്പോഴും നമ്മൾ വൈറ്റമിൻ A, D, E, K ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരം സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ഒരു വൈറ്റമിനുമാണ് ഈ വൈറ്റമിൻ ഡി. അപ്പോൾ ഈ വൈറ്റമിൻ ഡി കുറയുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് സാധാരണ കാണാറ്? പലപ്പോഴും രോഗികൾ വന്ന് പറയാറ്, മുടി കൊഴിച്ചിലുണ്ട് ഡോക്ടറെ, മസിൽ വേദന, ജോയിൻറ്റുകൾക്ക് വേദന, പിന്നെ തലവേദനകൾ വിട്ടുമാറാതെ നിൽക്കുമ്പോൾ വൈറ്റമിൻ ഡി ഞാൻ ചെക്ക് ചെയ്യിപ്പിച്ച് നോക്കാറുണ്ട്. അതുപോലെ വിട്ടുമാറാത്ത അലർജി, പിന്നെ ഒരു വശത്തോട്ട് ചെരിഞ്ഞു കിടക്കുമ്പോൾ വരുന്ന BPPV തലകറക്കം പലപ്പോഴും വീണ്ടും വരുന്നത് വൈറ്റമിൻ ഡി ലെവൽസ് കുറയുന്നത് കൊണ്ടാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ പ്രമേഹ രോഗത്തിൻ്റെ സാധ്യത, BP കൂടുക, ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഇവയൊക്കെ വൈറ്റമിൻ ഡി കുറയുമ്പോൾ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരം കാൽസ്യവും ഫോസ്ഫേറ്റും എങ്ങനെ ഉപയോഗിക്കുന്നു, എങ്ങനെ ആഗിരണം ചെയ്യുന്നു എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ വൈറ്റമിൻ ഡിയുടെ അളവാണ്. അതുകൊണ്ട് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള 20 മൈക്രോ ന്യൂട്രിയൻസുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാവുന്നുവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. വൈറ്റമിൻ ഡി എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ തനിയെ ഉണ്ടാവുന്നത്? നമ്മുടെ തൊലിപ്പുറത്ത് വെയിൽ തട്ടുമ്പോഴാണ് ഈ വൈറ്റമിൻ ഡി ഉണ്ടാവുന്നത്. പ്രത്യേകിച്ചും അൾട്രാ വയലറ്റ് B റേസ്. ഇത് ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പലതരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആക്റ്റീവ് ഫോമിലുള്ള വൈറ്റമിൻ ഡി ഉണ്ടാവുന്നത്. അതിന് നമ്മുടെ ലിവറും കിഡ്നിയും കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയും വേണം. ഇതിൽ ബയോകെമിസ്ട്രി പറഞ്ഞാൽ 125 ഹൈഡ്രോക്സിലേഷൻ കൃത്യമായിട്ട് ലിവറിലും കിഡ്നിയിലും നടന്നാൽ മാത്രമേ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആക്റ്റീവ് ഫോമിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്കും കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്കും വൈറ്റമിൻ ഡി ലെവൽസ് പൊതുവെ കുറവ് കാണാറ്. അപ്പോൾ ഈ വൈറ്റമിൻ ഡി ശരീരത്തിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് തൊലിപ്പുറത്ത് അൾട്രാ വയലറ്റ് B റേസ് തട്ടണം. ഇനി ഇത് കൂടാതെ നമുക്ക് എങ്ങനെ വൈറ്റമിൻ ഡി ഉണ്ടാവും? ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കാറുണ്ട്. ഇത് പ്രധാനമായും നോൺ വെജിറ്റേറിയൻ വിഭവങ്ങളിൽ നിന്നാണ്. മുട്ടയുടെ മഞ്ഞയിൽ ധാരാളം വൈറ്റമിൻ ഡി ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ കഴിക്കുന്ന മത്തിയും അയലയിലുമൊക്കെ വൈറ്റമിൻ ഡി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. നമ്മൾ വെജിറ്റേറിയൻ സോഴ്സസ് ആണ് പറയുന്നതെങ്കിൽ മഷ്റൂംസിൽ ധാരാളമായിട്ട് വൈറ്റമിൻ ഡി ഉണ്ട്. പിന്നെ നേന്ത്രപ്പഴത്തിലും വൈറ്റമിൻ ഡി ഉണ്ട്. ഈ വൈറ്റമിൻ ഡി ആവശ്യത്തിന് സൂര്യപ്രകാശം വഴിയും ഭക്ഷണം വഴിയും നമുക്ക് കിട്ടുന്നുണ്ടോ? ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ആളുകളും വീടിൻ്റെ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരാണ്. പുറത്തിറങ്ങുന്നത് നന്നേ കുറഞ്ഞിരിക്കുന്നു ഇക്കാലത്ത്. അപ്പോൾ ശരീരത്തിൽ തൊലിപ്പുറത്ത് നേരിട്ട് വെയിലേറ്റാൽ മാത്രമേ വൈറ്റമിൻ ഡി ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ വസ്ത്രധാരണ രീതിയും ഈ വൈറ്റമിൻ ഡി ഉണ്ടാവുന്നതിന് തടസ്സം നിൽക്കുന്നു. മുഴുവൻ കവർ ചെയ്യുന്ന വസ്ത്രങ്ങളാണ് ധരിക്കുന്നതെങ്കിൽ വൈറ്റമിൻ ഡി നേരിട്ട് ശരീരത്തിൽ ഉണ്ടാവുകയില്ല. അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടാൻ നമ്മൾ എങ്ങനെയാണ് സൂര്യപ്രകാശത്തിൽ നിൽക്കേണ്ടത്? പലരും OP വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. രാവിലെ 10 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ കൊണ്ടാലാണ് നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുക. അത് എത്ര നേരം കൊള്ളണം? നമ്മുടെ സ്കിൻ കളർ അനുസരിച്ചും നമ്മൾ താമസിക്കുന്ന സ്ഥലം അനുസരിച്ചും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടും. സാധാരണഗതിയിൽ പറഞ്ഞാൽ ഒരു 15-20 മിനിറ്റ് 10 മണിയുടെയും 3 മണിയുടെയും ഇടയിലുള്ള വെയിൽ കൊണ്ടാൽ മതിയാവും. പക്ഷെ വെയിൽ കൊള്ളുമ്പോൾ ശരീരം കവർ ചെയ്തിട്ടാവരുത് നമ്മൾ വെയിലത്ത് നിൽക്കേണ്ടത്. നമ്മുടെ മുഖത്ത്, കൈകളിൽ, കാലുകളിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി ഉണ്ടാവാൻ സാധ്യത നമ്മുടെ ബാക്ക് സൈഡ് വെയിൽ തട്ടുമ്പോഴാണ്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നേരിട്ട് വെയിലടിച്ചാൽ നമുക്ക് വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൺസ്ക്രീൻസ് ഉപയോഗിച്ചിട്ടാണ് വെയിലത്ത് നിൽക്കുന്നതെങ്കിൽ ഇതിൽ കാര്യമില്ല. കൃത്യമായിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോഴുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത്. സാധാരണ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവർ
4 മണിക്കൂർ കൂടുമ്പോൾ ഇത് റീഅപ്ലൈ ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ അൾട്രാവയലറ്റ് ബി രശ്മികൾ നമ്മുടെ തൊലിപ്പുറത്ത് തട്ടാനുള്ള സാധ്യത കുറയും. അപ്പോൾ അതും ഒരു കാരണമാണ്. സൺസ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ട് വെയിലത്ത് പോയി നിന്നാൽ വൈറ്റമിൻ ഡി ആവശ്യത്തിന് ഉണ്ടാവുകയില്ല. കൂടുതൽ സമയം വെയിലത്ത് നിന്നാലും സ്കിൻ ക്യാൻസറുകളും സൺബേൺസും സൺസ്ട്രോക്കും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഡാർക്ക് കോംപ്ലക്ഷനുള്ള ആളുകൾ കുറച്ചധിക നേരം വെയിലത്ത് നിന്നാൽ മാത്രമേ ആവശ്യത്തിന് വൈറ്റമിൻ ഡി ഉണ്ടാവുകയുള്ളൂ. കാരണം മെലാനിൻ പിഗ്മെന്റേഷൻ ഇക്കൂട്ടർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്ന് ഇങ്ങനെയാണ് നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കേണ്ടത്. രണ്ടാമത്, വൈറ്റമിൻ ഡി ഭക്ഷണത്തിലൂടെ കിട്ടുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാൽ ചില ആളുകളിൽ നമ്മൾ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് നന്നേ കുറവായിരിക്കും. ഏത് ടെസ്റ്റാണ് വൈറ്റമിൻ ഡിക്ക് ചെയ്യേണ്ടത്? 25 ഹൈഡ്രോക്സി വൈറ്റമിൻ ഡി എന്ന ടെസ്റ്റാണ് സാധാരണഗതിയിൽ നമ്മൾ ചെയ്തു നോക്കാറ്. ഇതിൻ്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് 30 മുതൽ 80 നാനോഗ്രാം പെർ ml ആണ്. 30ൻ്റെ താഴെ വരുമ്പോൾ ഇത് ലോ ലെവൽ എന്ന് നമ്മൾ പറയുന്നു. എന്നാൽ 10ൻ്റെ താഴെ പോയാൽ ഇത് നന്നേ കുറവുമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വെയിൽ കൊള്ളാൻ പോകുന്നതോ ഭക്ഷണം കഴിക്കുന്നതോ ഒക്കെ ഈ ലെവല് കറക്റ്റ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. ഈ അവസരത്തിലാണ് ഡോക്ടർമാർ സപ്ലിമെൻറ്റുകൾ കൊടുക്കുന്നത്. അപ്പോൾ 10ൻ്റെ താഴെയാണെങ്കിൽ സാധാരണഗതിയിൽ ഞാൻ ഇഞ്ചക്ഷനായിട്ട് തന്നെ വൈറ്റമിൻ ഡി കൊടുക്കാറുണ്ട്. 6 lakhs ഇൻ്റർനാഷണൽ യൂണിറ്റ്സിൻ്റെ ഒരു ഇഞ്ചക്ഷനാണ് ആദ്യം കൊടുക്കാറ്. അത് കഴിഞ്ഞ് ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്ന ഗുളികകളായിട്ട് കൊടുക്കും. അത് സാധാരണഗതിയിൽ 60,000 ഇൻ്റർനാഷണൽ യൂണിറ്റ്സിൻ്റെ ഗുളികകളാണ് ഞാൻ പൊതുവെ കൊടുക്കാറ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് വൈറ്റമിൻ ഡി ഒരാൾക്ക് എത്ര വേണം ദിവസവും എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്? 1 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഒരു 400 ഇൻ്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി എങ്കിലും നമുക്ക് ദിവസവും വേണം. 70 വയസ്സ് കഴിഞ്ഞാൽ ഇതൊരു 800 ഇൻ്റർനാഷണൽ യൂണിറ്റിൻ്റെ മേലെ തന്നെ വേണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ, അതായത് 1 വയസ്സിൻ്റെയും 70 വയസ്സിൻ്റെയും ഇടയിലുള്ള പ്രായക്കാർക്കെല്ലാം നമുക്കൊരു 600 മുതൽ 800 ഇൻ്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി മതിയാവും. എന്നാൽ ഭക്ഷണത്തിലൂടെയോ സൂര്യപ്രകാശത്തിലൂടെയോ നമ്മൾക്ക് മതിയായ അളവ് കിട്ടാതെ വരുമ്പോഴാണ് വൈറ്റമിൻ ഡി ലെവൽസ് ശരീരത്തിൽ കുറയുന്നതും നമ്മൾ പുറത്തു നിന്ന് സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടി വരുന്നതും. അപ്പോൾ നന്നേ കുറവാണെങ്കിൽ ആദ്യം ഇഞ്ചക്ഷൻ എടുക്കാം. പിന്നെയുള്ളത് വൈറ്റമിൻ ഡിയുടെ ഗുളികകളാണ്. ഇനി വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് ഏതൊക്കെ ഫോമിൽ ലഭ്യമാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് വൈറ്റമിൻ ഡി ഡ്രോപ്സ് വിപണിയിൽ ലഭ്യമാണ്. ഇത് 1 ml 800 ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണുള്ളത്. ഇത് നമുക്ക് കൊടുക്കാനായിട്ട് ഒരു ഡ്രോപ്പറും ഇത്തരം മരുന്നിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ഇത് വല്ലാതെ ഡോസ് കൂട്ടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാൻ പാടില്ല. ഇനി ടാബ്ലറ്റുകൾ അതല്ലെങ്കിൽ ക്യാപ്സ്യൂൾ ഫോമിൽ വൈറ്റമിൻ ഡി എങ്ങനെ ലഭ്യമാണ്? ഇത് വൈറ്റമിൻ ഡിയുടെ 60,000 യൂണിറ്റ്സിൻ്റെ ക്യാപ്സ്യൂളാണ്. ഇത് തന്നെ ചവച്ച് തിന്നാൻ പാകത്തിനുള്ള ച്യൂവബിൾ ടാബ്ലറ്റ് ആയിട്ടും ലഭ്യമാണ്. ഇതുപോലെ തന്നെ ഈ 60,000 യൂണിറ്റുള്ള സാഷേകളും വിപണിയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതേപോലെയുള്ള ഒരു സാഷേ പാലിലോ വെള്ളത്തിലോ ഒഴിച്ച് നമുക്ക് കുടിക്കാം. ഈ പാലിൽ ഒഴിച്ച് കുടിക്കാൻ പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി ഒരു ഫാറ്റ് സോലബിൾ വൈറ്റമിൻ ആണ്. അപ്പോൾ കൊഴുപ്പിൻ്റെ കൂടെ നമ്മൾ ഇത് കുടിച്ചാൽ ഇതിൻ്റെ ആഗിരണം കൂടുകയാണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫാറ്റുള്ള ആഹാരം കഴിച്ചിട്ട് അതിൻ്റെ കൂടെ വൈറ്റമിൻ ഡി കഴിക്കണമെന്നല്ല. ഒരു സമീകൃത ആഹാരത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫാറ്റിൻ്റെ കൂടെ നമുക്ക് ഈ വൈറ്റമിൻ ഡി സുഖമായിട്ട് കഴിക്കാം. പിന്നെ ഇതേ വൈറ്റമിൻ ഡി തന്നെ കുപ്പിയിലുള്ള നാനോ ഷോട്ട്സ് ആയിട്ടും അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള വൈറ്റമിൻ ഡി 60,000 യൂണിറ്റ് ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് ഒരു 4 ആഴ്ച 8 ആഴ്ചയൊക്കെ തുടർച്ചയായിട്ട് കൊടുക്കാറുണ്ട്. 8 ആഴ്ച കൊടുത്ത ശേഷം വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താം. വൈറ്റമിൻ ഡി ലെവൽസ് ഞാൻ ഈ അടുത്ത് ചെക്ക് ചെയ്തപ്പോൾ ആദ്യം ഒരു 18 ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ OPയിൽ ഇരിക്കുമ്പോൾ ഒരിക്കലും വെയിൽ കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഈ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റുകൾ എടുക്കേണ്ടി വന്നത്. തുടർച്ചയായിട്ട് ഇതെടുത്ത ശേഷം വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 35ൻ്റെ മേലെ എത്തിയിട്ടുണ്ട് വൈറ്റമിൻ ഡി ലെവൽസ്. അപ്പോൾ നമുക്ക് സൂര്യപ്രകാശവും ഭക്ഷണവും ഒന്നും കറക്റ്റായിട്ടില്ലെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് തന്നെയാണ് വൈറ്റമിൻ ഡി ലെവൽസിൻ്റെ അളവ് ശരീരത്തിൽ നിലനിർത്താൻ ഏറ്റവും നല്ലത്. ഇനി ഇത് കൂടാതെ തന്നെ മുതിർന്ന ആളുകൾക്ക് കാൽസ്യം ഗുളികകളോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി ഉൾപ്പെടുത്തിയിട്ടുള്ള ടാബ്ലറ്റുകളും അവൈലബിൾ ആണ്. ഇത് ദിവസേന കഴിക്കുക എന്നുള്ള രീതിയാണ് നമ്മൾ പതിവാക്കേണ്ടത്. അപ്പോൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് ഏതൊക്കെ രീതിയിലുണ്ട്, എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നുള്ളതും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് ഒരുപാട് എടുത്തു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. ഒരു 100 നാനോഗ്രാം പെർ ml എന്ന ലെവലിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ശരീരത്തിൽ കൂടുതലായിട്ടുണ്ടായാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ശരീരം കാണിച്ചു തുടങ്ങും. എപ്പോഴും ഛർദി, ഓക്കാനം, മറ്റ് പ്രശ്നങ്ങളൊക്കെ വൈറ്റമിൻ ഡിയുടെ അളവ് ശരീരത്തിൽ കൂടിയാലുണ്ടാവും.
അതുകൊണ്ട് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ്സ് എടുക്കുന്നവർ ഒരു ഡോക്ടറെ കാണിച്ച് കൃത്യമായിട്ടുള്ള അളവിലാണോ നിങ്ങൾ കഴിക്കുന്നതെന്നും മനസ്സിലാക്കിയിരിക്കണം. എപ്പോഴുമുള്ള ദേഹം വേദന, മുടി കൊഴിച്ചിൽ, സന്ധിവേദന, പിന്നെ മസിൽ പെയിൻ, ചില അവസരങ്ങളിൽ മൈഗ്രെയിൻ തലവേദനകൾ, അലർജി, സൈനസൈറ്റിസ് എന്ന് മാത്രമല്ല ചില ക്യാൻസറുകൾ പോലും വരാതിരിക്കാൻ വൈറ്റമിൻ ഡി നോർമൽ ആയിട്ടുള്ള അളവിൽ വേണമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പ്രമേഹത്തിൻ്റെയും ഹൃദ്രോഗത്തിൻ്റെയും ഒക്കെ സാധ്യത കുറയ്ക്കുന്ന ഒന്നാണ് ശരീരത്തിലുള്ള നോർമൽ ആയിട്ടുള്ള വൈറ്റമിൻ ഡി ലെവൽസ്. അതുകൊണ്ട് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഈ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനെ ഒരിക്കലും നമ്മൾ അവഗണിക്കാതിരിക്കുക. നമ്മുടെ ശരീരത്തിൽ നോർമൽ ആയിട്ടുള്ള വൈറ്റമിൻ ഡി ലെവൽസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. നിങ്ങളിൽ ആരെങ്കിലും വൈറ്റമിൻ ഡി ലെവൽസ് ശരിയാക്കാൻ വേണ്ടി ഗുളികകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര കാലം കഴിച്ചു, എന്തായിരുന്നു ആദ്യത്തെ വൈറ്റമിൻ ഡി ലെവൽസ്, ഇതൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.